ഏകദേശം എത്ര രൂപയുടെ സാധനങ്ങൾ ഇങ്ങനെ നശിച്ചു? ഇപ്പോൾ പുള്ളി പറഞ്ഞ ഒരു 30 ലക്ഷം രൂപയ്ക്ക് മേളിൽ ആയെന്നാണ് പറയുന്നത്. ഇതുവരെ 8-9 യൂണിറ്റ് എങ്ങാണ്ടായി. ഇതുവരെ പോലും അണഞ്ഞു തീരുന്നില്ല. നമസ്കാരം. ഇന്ന് രാവിലെയാണ് തിരുവനന്തപുരം പട്ടം പ്ലാമൂടിലുള്ള ജോയ് ഫർണിച്ചർ എന്ന ഷോപ്പിൽ പൊടുന്നനെ വലിയൊരു തീപിടുത്തം ഉണ്ടാകുന്നത്. ഈ മെത്തകളും അതുകൂടാതെ ഈ ചൂരൽ കൊണ്ടുള്ള ഇത്തരത്തിലുള്ള കസേരകളും എല്ലാം തന്നെ നിർമ്മിക്കുന്ന ഒരു ഷോപ്പിലാണ് ഇത്തരത്തിൽ വലിയ രീതിയിലുള്ളൊരു തീപിടുത്തം ഉണ്ടാകുന്നത്. എന്തായാലും ഇപ്പോൾ തീ പൂർണ്ണമായും അണയ്ക്കാൻ സാധിച്ചിട്ടില്ല എങ്കിലും തീ അണയ്ക്കുന്ന എല്ലാ പരിശ്രമങ്ങളും ഇപ്പോൾ ഫയർഫോഴ്സ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പുകപടലങ്ങളെല്ലാം തന്നെ ഇപ്പോൾ വലിയ രീതിയിൽ പടർന്നിരിക്കുന്ന സാഹചര്യമാണുള്ളത്. 8 ഫയർഫോഴ്സ് യൂണിറ്റുകൾ വന്നാണ് ഈ ഒരു വലിയൊരു തീ ഇപ്പോൾ അണയ്ക്കാൻ സാധിച്ചിരിക്കുന്നത്. കടയുടമയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഏകദേശം 30 ലക്ഷത്തിലധികം രൂപയുടെ നാശനഷ്ടം നിലവിലിപ്പോൾ സംഭവിച്ചിരിക്കുന്നു എന്നാണ്. ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെ ഫയർഫോഴ്സ് യൂണിറ്റ് വലിയ രീതിയിലുള്ളൊരു പരിശ്രമമാണ് ഇപ്പോൾ തീ അണയ്ക്കുന്നതിനായി നിലവിലിപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇത് രാവിലെ 10 മണിക്കാണ് നമ്മൾ കട തുറക്കാൻ വേണ്ടി വന്നത്. അപ്പോഴേക്കും ഞായറാഴ്ച ആയതുകൊണ്ട് തുറക്കാത്തതാണ്. അപ്പോൾ എമർജൻസി വർക്കായതുകൊണ്ടാണ് തുറന്നത്. അപ്പോഴേക്കും പുക വരുന്നതായിട്ട് കണ്ടപ്പോഴേക്കും പിന്നെ ഫയർഫോഴ്സിനെ വിളിച്ചു വരുത്തി, ഓണറെ വിളിച്ചു വരുത്തി. പിന്നെ ഇതുവരെ 8-9 യൂണിറ്റ് എങ്ങാണ്ടായി. ഇതുവരെ പോലും അണഞ്ഞു തീരുന്നില്ല. അത് അറിയത്തില്ല. ഞാൻ ഇതല്ല, തൊട്ടിപ്പുറത്താണ് ഞങ്ങളുടെ ഷോപ്പ്, ഫർണിച്ചർ ഷോപ്പുണ്ട്. ഇത് ആയില്ല, ഇതിലൊന്നും ആയിട്ടില്ല. ഇപ്പോൾ നമ്മൾ തുടങ്ങി 2 വർഷമേ ആയുള്ളൂ. അപ്പോൾ പുള്ളി പറഞ്ഞ 4ാമത്തെ പ്രാവശ്യമാണ് കത്തുന്നതെന്ന് പറയണം. അതായത് ഈ ഷോപ്പ് തന്നെ 4ാമത്തെ പ്രാവശ്യമാണ് കത്തുന്നതെന്ന് പറയണം. ബെഡും ഉണ്ട്. പിന്നെ ഈ പുള്ളി വന്നിട്ട് ഈ ഓണത്തിരക്കായതുകൊണ്ട് കുറേ ചൂഴൽ കസേര, ഊഞ്ഞാല്, അങ്ങനെ ഒത്തിരി സാധനം ഇറക്കിയിട്ടുണ്ട്. അപ്പോൾ ഇറക്കി ഡംപടിച്ച് വെച്ചിട്ടുണ്ട് സെയിലിന് വേണ്ടി. കടയുടെ ഫ്രണ്ട് ഭാഗം ഇതാണ്, ഇങ്ങോട്ട് ഫുള്ള് ഗോഡൗൺ ആണ്. കടയുടെ ഫ്രണ്ട് ഇതാണ്, ഞങ്ങളുടെ ഷോപ്പാണ് അപ്പുറത്ത്. ഇതാണ് എൻ്റെ ഫ്രണ്ട് ഷോപ്പ്. ഏകദേശം എത്ര രൂപയുടെ സാധനങ്ങൾ ഇങ്ങനെ നശിച്ചു? ഇപ്പോൾ പുള്ളി പറഞ്ഞ ഒരു 30 ലക്ഷം രൂപയ്ക്ക് മേളിൽ ആയെന്നാണ് പറയുന്നത്. കൺഫേം അല്ല പുള്ളി പറയുന്നത്. പുള്ളി ഇങ്ങനെ ഒത്തിരി സാധനം ഇറക്കിയിട്ടുണ്ട്. ഞങ്ങൾ കണ്ടാണ് സാധനം ഇറക്കുന്നത് കണ്ടതാണ്. ഞങ്ങൾ ഷോപ്പിൽ ഇരിക്കുന്ന സമയത്ത് പുള്ളി സാധനം ഇറങ്ങി നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ഇതിന്റെ ഉടമയുടെ പേരെന്താ? ജോയ്. താങ്കളുടെ പേര്? എൻ്റെ പേര് ബിജു എന്നാണ്. എന്തായാലും നിരവധി ഫയർഫോഴ്സിൻ്റെ യൂണിറ്റുകളാണ് നിലവിലിപ്പോൾ ഇവിടെ തീ അണയ്ക്കാൻ വേണ്ടി വന്നിരിക്കുന്നത് എന്നാണ് തൊട്ടടുത്തുള്ള കടയുടമ നമ്മളോടിപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെ ഇന്ന് രാവിലെയോടുകൂടിയാണ്, ഇന്ന് ഞായറാഴ്ചയാണ് ഇത്തരത്തിൽ പെട്ടെന്നൊരു പട്ടം ജംഗ്ഷന് അടുത്ത് തന്നെയുള്ള ഈ ഒരു ഷോപ്പിൽ തീപിടുത്തം ഉണ്ടാകുന്നത്. അതായത് ഇതൊരു ഫർണിച്ചർ ഷോപ്പാണ്. അതായത് കിടക്ക, അതുകൂടാതെ ഈ ചൂരൽ കൊണ്ടുള്ള കസേരകളെല്ലാം തന്നെ ഉണ്ടാക്കുന്ന ഒരു വലിയൊരു കടയാണ്. ഈ കടയിലാണ് ഇത്തരത്തിൽ വലിയ രീതിയിലുള്ളൊരു തീപിടുത്തം ഉണ്ടായിരിക്കുന്നത്. നിലവിലിപ്പോൾ ഫയർഫോഴ്സ് യൂണിറ്റ് 8 ഫയർഫോഴ്സ് യൂണിറ്റാണ് നിലവിലിപ്പോൾ വന്നിരിക്കുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇവരുടെ എല്ലാം തന്നെ വലിയ പരിശ്രമത്തിനൊടുവിൽ ഇപ്പോൾ തീ ഏകദേശം അണയ്ക്കാൻ സാധിച്ചിട്ടുണ്ട്. എങ്കിലും ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ തന്നെ പുകപടലങ്ങൾ എല്ലാം തന്നെ ഉണ്ട്. പൂർണ്ണമായും തീ അണയ്ക്കാൻ സാധിക്കാത്ത സാഹചര്യമാണ് ഉള്ളത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പട്ടം പ്ലാമൂട് MC റോഡിലുള്ള ജോയ് ഫർണിച്ചറിലാണ് ഇത്തരത്തിൽ പെട്ടെന്ന് പൊടുന്നനെ ഞായറാഴ്ച രാവിലെ, അതായത് ഇന്ന് രാവിലെ 10:30 ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള തീപിടുത്തം ഉണ്ടാകുന്നത്. എന്തായാലും ഈ ഒരു ഗോഡൗണിൻ്റെ ഭാഗമാണ് ഇത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഓണത്തിനോടനുബന്ധിച്ച് വലിയ രീതിയിൽ വർക്കുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് ഞായറാഴ്ചയായിട്ടും അത് തുറക്കുകയായിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇത്തരത്തിൽ വലിയ തീപിടുത്തം ശ്രദ്ധയിൽപ്പെടുന്നത്. തൊട്ടടുത്തുള്ള കടയുടമയാണ് നമ്മളോടിപ്പോൾ പ്രതികരിച്ചിരിക്കുന്നത്. അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഇതിനു മുൻപും 2-3 തവണ എങ്ങാനും ഇവിടെ സമാനമായ രീതിയിൽ തീപിടുത്തം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്.